പ്രശാന്ത് സാർ, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനത്തെ അവതരിപ്പിക്കാനുള്ള അനുമതി പ്രതിരോധ മന്ത്രാലയത്തിന് രാജ്നാഥ് സിംഗ് നൽകിയിരിക്കുന്നത്. ഇന്ത്യ ഇതാ പ്രതിരോധ സംവിധാനങ്ങൾ, പ്രതിരോധ ശക്തി, പ്രതിരോധ നിര കൂടുതൽ വികസിപ്പിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ കുറ്റമറ്റതാക്കുന്നു, ശക്തിയുള്ളതാക്കുന്നു എന്നൊക്കെ വേണം കരുതാൻ. ലോകരാജ്യങ്ങൾ നമ്മുടെ ബ്രഹ്മോസ് മിസൈലിന് ഓർഡർ കൊടുത്ത് ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ത്യ ഇത്തരത്തിൽ സൈനിക ശേഷിയിൽ കൂടി വലിയ മുന്നേറ്റം നടത്തുകയല്ലേ അഞ്ചാം തലമുറ യുദ്ധവിമാനം കൂടി അവതരിപ്പിക്കുന്നതിലൂടെ? അതെ അതെ, ഇന്ത്യ വലിയ ഒരു ഞെട്ടിപ്പിക്കലാണ് ലോകത്തിന് മുമ്പിൽ നടത്തിയിരിക്കുന്നത്. അതായത് ഇതുവരെ വല്ലവന്റെ ഒക്കെ പുറകെ നടന്ന വിമാനം തന്നെ വിമാനം തന്നെ എന്നൊക്കെ പറഞ്ഞ് കാശ് കൊടുത്താലും അവരുടെ സൗകര്യത്തിന് വിമാനം മേടിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ മഹാരാജ്യം ഇതുവരെ ആർക്കും തോന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിമാനം നിർമ്മിക്കാൻ പ്രാപ്തമായിട്ടുണ്ടോ ഇന്ത്യ എന്ന് തോന്നിപ്പിക്കാതെ ഒരു സുപ്രഭാതത്തിൽ പറയുന്നു, ഞങ്ങൾ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കാൻ പോവുകയാണ്. ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയിലൂന്നി ആണ് ഇത്തരത്തിലൊരു വിമാനം ഉണ്ടാക്കുന്നത് എന്നാണ് നമുക്ക് പ്രാഥമിക നിഗമനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് AMCA, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത ആദ്യം തന്നെ പറയുന്നത്, ഈ വിമാനം കാണാൻ പറ്റത്തില്ല. വിമാനം കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിമാനം കാണേണ്ടവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഒഴിഞ്ഞു മാറി പറക്കുന്ന വിമാനം, അദൃശ്യ വിമാനം. അതായത് റഡാർ സംവിധാനങ്ങൾക്കും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് ഒഴിഞ്ഞു മാറി പറന്ന് കൃത്യമായ ശത്രുവിന്റെ മടയിൽ ചെന്ന് അതിന്റെ ഉദ്യമം നടപ്പാക്കി തിരിച്ചു വരാൻ പ്രാപ്തമായിട്ടുള്ള വിമാനമായിട്ടാണ് ഈ വിമാനത്തിന്റെ ആദ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ശത്രുവിന്റെ റഡാറുകൾക്കും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത വിമാനം. അതായത് വേറെ ഓരോ ആധുനിക സംവിധാനങ്ങളുള്ള വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് വലിയ ഒരു കാര്യം തന്നെയാണ്. പല മിസൈലുകളും പല സംവിധാനങ്ങളും പല വിമാനങ്ങളും ഒക്കെ ഈ പറയുന്ന F-16 ഉൾപ്പെടെയുള്ള അമേരിക്കൻ വിമാനങ്ങളൊക്കെ ഇതുപോലെ കാണാൻ പറ്റത്തില്ല, വലിയ വേഗത്തിൽ പറക്കുന്നു, അല്ലെങ്കിൽ ശത്രുവിന്റെ ഈ റഡാർ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കുമൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനെയൊക്കെ അഴിച്ച് അല്ലെങ്കിൽ തോട്ടിക്കളഞ്ഞ് അമേരിക്ക പോലും ഇപ്പൊ പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്താണ് ഈ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾക്കിത് സാധിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ ഒക്കെ അവർ പറത്തുമ്പോൾ അതിനെയൊക്കെ വെടിവെച്ചിടാനും കണ്ടെത്താനും ഡിറ്റക്ട് ചെയ്യാനും ഒക്കെ സാധിക്കുമ്പോൾ നമ്മൾ അവതരിപ്പിച്ച ഏറ്റവും അവസാനത്തെ സിന്ദൂറിൽ ഇങ്ങനെ പലതും നമ്മൾ പറയുന്നത് പോലെ നമ്മളുടെ മിസൈലുകൾ ഈ പറയുന്ന സംവിധാനങ്ങളെ ഒക്കെ കബളിപ്പിച്ച് നമ്മളുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയിട്ട് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ പറയുന്നത് അതുപോലെ നടപ്പാക്കും, അല്ലെങ്കിൽ ആ ആധുനിക സംവിധാനം നമ്മൾക്ക് ഉണ്ട് എന്ന് ലോകം വിശ്വസിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. രണ്ടാമത് സൂപ്പർ ക്രൂയിസർ എന്നൊരു മിസൈലാണ് ഇത്. സൂപ്പർ ക്രൂയിസർ മിസൈൽ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ബേണിംഗ് ഇതിന്റെ സഹായമില്ലാതെ ശബ്ദത്തെക്കാട്ടിൽ വേഗത്തിൽ പറക്കാൻ കഴിയുന്നത്, ശബ്ദത്തിനെ വേഗതയിൽക്കപ്പുറം വേഗതയിൽ പറക്കാൻ സാധിക്കുന്ന വിമാനമാണിത്. അപ്പൊ അതിന്റെ ഒരു സ്പീഡ് എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ, ശബ്ദത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പീഡിനെക്കാട്ടിൽ മുകളിൽ പറക്കാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വിമാനം. അതുപോലെ ഈ വിമാനത്തിന്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നൂതന സെറ്റുകളും അല്ലെങ്കിൽ ആയുധങ്ങളും ഘടിപ്പിക്കാം. അതായത് ഈ നൂതന സംവിധാനങ്ങളും ആയുധങ്ങളും, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, മിസൈലുകൾ, അല്ലെങ്കിൽ മറ്റ് ഏറ്റവും പുതിയതായിട്ടുള്ള ഈ സംവിധാനങ്ങൾ, അതായത് ഈ സെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ റഡാർ അല്ലെങ്കിൽ അത്തരത്തിൽ ഇലക്ട്രോണിക് സംവിധാനം എന്ന് പറയുമ്പോൾ ഏറ്റവും ആധുനികമായിട്ട്, ഇപ്പം ഉദാഹരണത്തിന് ഈ വിമാനം പറന്നു പോകുമ്പോൾ ഈ വിമാനത്തിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു, അഥവാ അതിനെ അതിജീവിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങളെ ഈ വിമാനം അല്ലെങ്കിൽ കണ്ടെത്തി അതിനകത്തു, നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്തു നിന്ന് ഒഴിഞ്ഞു മാറും. ഏത് നൂതന സംവിധാനം ഉപയോഗിച്ച് ഈ വിമാനത്തെ ഡിറ്റക്ട് ചെയ്ത് അല്ലെങ്കിൽ അപകടപ്പെടുത്താൻ ശത്രുക്കൾക്ക് സാധിക്കാത്ത രീതിയിലേക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. മാത്രവുമല്ല ഇലക്ട്രോണിക് അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങൾ അല്ലെങ്കിൽ റഡാർ സംവിധാനങ്ങൾ ഒക്കെ ഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യം. അതുപോലെ AI സംവിധാനമാണ്, ഓട്ടോമാറ്റഡ്
ഓട്ടോമാറ്റഡ് തീരുമാനം, AI സംവിധാനം ഓട്ടോമാറ്റഡ് തീരുമാനങ്ങളും അതുപോലെ തന്നെ നെറ്റ്വർക്ക് അംഗീകൃത യുദ്ധത്തിനും ഈ വിമാനം സഹായിക്കും. AI സംവിധാനവും ഈ വിമാനത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോമാറ്റഡ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അംഗീകൃത രീതിയിലേക്കുള്ള യുദ്ധ നിരീക്ഷണങ്ങളും അല്ലെങ്കിൽ യുദ്ധ ക്രമങ്ങളും ഒക്കെ ഈ വിമാനത്തിൽ സാധിക്കും. അപ്പം ഇതിനകത്ത് ഇതിനു മുമ്പേ ഇത്തരത്തിൽ 5ാം തലമുറ യുദ്ധ വിമാനങ്ങൾ ഉണ്ടെന്ന് പറയുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്ന രാജ്യങ്ങൾ ഒന്ന് അമേരിക്ക, റഷ്യ, ചൈന. ചൈന പറയുന്നത് ഞങ്ങൾ 6ാം തലമുറ വരെ ഉണ്ടെന്ന്. ചൈനയുടെ പറച്ചിൽ ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവന്റെ കയ്യിൽ എല്ലാം ഉണ്ട്, ലോകത്ത് ആരുണ്ടാക്കിയാലും അതിന്റെ അപ്പുറത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട്. മേപ്പോട്ട് പറന്നുമ്പോ കീപ്പോട്ടാ പോകുന്നതെന്നുള്ളത് ഇപ്പൊ ഈ പറയുന്ന സിന്ധൂറിന് ശേഷം മനസ്സിലായിട്ട്. അപ്പൊ പക്ഷെ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞാൽ ഞങ്ങളിപ്പോ 5ാം തലമുറ യുദ്ധവിമാനം, അത് ലോകത്തിലെ ഏറ്റവും ആധുനിക സംവിധാനമുള്ള യുദ്ധവിമാനമാണ്. ഈ യുദ്ധവിമാനം ആർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതായത് ഇവനെ ഈ യുദ്ധവിമാനം നമ്മൾ പണം കൊടുത്താൽ പോലും നമ്മൾക്ക് തരണോ വേണ്ടായോ എന്ന് അദ്ദേഹം തീരുമാനിക്കും. അത്രയ്ക്ക് മസിലൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നലെ AMC സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഇതുപോലെ യുദ്ധവിമാനം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആൾക്കാർക്ക് അറിയേണ്ട രീതിയിലേക്കുള്ള കാര്യങ്ങൾ, ഈ വിമാനത്തിന് എന്തൊക്കെ സംവിധാനമുണ്ട്, സവിശേഷതകളുണ്ട് എന്നൊക്കെയുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 2030 ആകുമ്പോഴത്തേന് ഈ വിമാനം ഇന്ത്യക്ക് സ്വന്തമാകും എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ ലോകത്തിന് ഇന്നലെ രാജ്നാഥ് സിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ സിന്ധൂറിന് ശേഷം നീ പറയുന്ന പോലെ സിന്ധൂറിന് ശേഷം നമ്മളുടെ യുദ്ധോപകരണങ്ങൾക്ക് വലിയ വലിപ്പത്തിൽ ലോകത്ത് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഹെലികോപ്റ്ററുകൾ അല്ലെങ്കിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഡ്രോണുകൾ, നമ്മൾ അവതരിപ്പിക്കുന്ന ആന്റി ഡ്രോൺ സംവിധാനം, നമ്മളുടെ പ്രതിരോധ സംവിധാനം, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ യുദ്ധോപകരണങ്ങൾക്കും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ലോകത്തോട് പറയുന്ന അതേ അർത്ഥത്തിൽ ആ യുദ്ധ കോപ്പുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുകയും അത്രയ്ക്ക് അതിന് കാര്യശേഷി ഉള്ളതുമാണെന്ന് യുദ്ധത്തിലൂടെ തന്നെ തെളിയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ലോകം ഇപ്പം നമ്മൾ പല ടോക്കുകളിലും പറഞ്ഞതുപോലെ നമ്മളുടെ യുദ്ധോപകരണങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു സംവിധാനം. ഇപ്പൊ ഏറ്റവും വലിയ വലിപ്പത്തിൽ ഈ പറയുന്ന ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന പക്ഷെ ആയുധ കച്ചവടവുമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുടെ മുമ്പിൽ ഈ 5ാം തലമുറ 6ാം തലമുറ വിമാനം തന്നെയായിരുന്നു ഒരു ചർച്ചാ വിഷയം. ഒരുപക്ഷെ ഇന്ത്യക്ക് ഈ പറയുന്ന സുഹോയ് വിമാനങ്ങൾ, അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്ന് മേടിച്ചിട്ടുള്ള റാഫേൽ വിമാനങ്ങൾ ഒക്കെ ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ മേടിച്ചിട്ടുള്ളതും, അല്ലെങ്കിൽ ആ വിമാനങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ആ വിമാനങ്ങൾ മോശമാണെന്നല്ല, ആ വിമാനങ്ങളോട് കടപിടിക്കുന്ന രീതിയിൽ അത്തരത്തിൽ ഉള്ള ഒരു വലിയ വിമാനം, 5ാം തലമുറ വിമാനം ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നതും അതിന് അനുവാദം കൊടുക്കുന്നതും വഴി ലോകത്തിനകത്ത് ഇന്ത്യ ഒരു രീതിയിലും ഈ പറയുന്നത് പോലെ ആയുധ കച്ചവടത്തിൽ റഷ്യയും അല്ലെങ്കിൽ നിർമ്മാണത്തിൽ റഷ്യയും ഒരുപക്ഷെ ഈ പറയുന്ന അമേരിക്കയും അവരോട് മത്സരിക്കുന്ന ചൈനയുടെയും കൂടെ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഇതിനകത്ത് ഈ വരുന്ന ഒരവസ്ഥയിൽ നാം മുമ്പേ പറഞ്ഞതുപോലെ മറ്റ് രാജ്യങ്ങൾ, ഒരുപക്ഷെ റഷ്യക്ക് ഈ ത്രെട്ട് ഉണ്ടായിട്ടില്ല. കാരണം റഷ്യയുടെ സഹായവും യുദ്ധോപകരണങ്ങളും ഏതാണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നതും ഇവരെല്ലാം S-400 അമേരിക്കക്കാരൻ മേടിക്കേണ്ട, താട് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ പോയി മേടിക്കുകയും നമ്മുടെ ഇതിനകത്തുള്ള പ്രതിപക്ഷ നേതാവ് ആക്രി സാധനം മേടിച്ചുകൊണ്ട് ഇന്ത്യയിൽ വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ 2018 നമ്മൾ X-400 ഒക്കെ മേടിച്ച് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇവിടെ കൊണ്ടുവച്ച് ഇപ്പൊ അത് അടിച്ചു കാണിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പം റഷ്യക്ക് ഇതില്ല. മാത്രമല്ല റഷ്യൻ ടെക്നോളജികൾ പലതും ഉപയോഗിച്ച് കൂടുതൽ വലിപ്പത്തിൽ മേക്ക് ഇൻ ഇന്ത്യയിൽ കൂടി കൂടുതൽ പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. അപ്പൊ റഷ്യയും ഇന്ത്യയും, അതിനകത്ത് ഇന്ത്യക്കാണ് ഇപ്പൊ റഷ്യയെക്കാട്ടിൽ ഈ പറയുന്ന ലോകത്തിന്റെ ഇടയിൽ യുദ്ധോപകരണങ്ങൾക്ക് ഏറ്റവും നല്ല യുദ്ധോപകരണങ്ങൾ, ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും കാര്യശേഷിയുള്ള യുദ്ധോപകരണങ്ങൾ ഒക്കെ എന്നുള്ള ചർച്ച വരുന്നു. അപ്പം 5ാം തലമുറ കൂടി വരുന്നതോടുകൂടി മേൽക്കോയ്മ, അമേരിക്കയുടെ മേൽക്കോയ്മ നഷ്ടപ്പെടും, റഷ്യയുടെ മേൽക്കോയ്മ നഷ്ടപ്പെടും. ചൈന 5ാം തലമുറ 6ാം തലമുറ ഉണ്ടെന്ന് പറയും, നമ്മളെ വെളിയിൽ കാണിച്ചിട്ടില്ല. അപ്പം ഇതേ രീതിയിലേക്ക് ഇന്ത്യയുടെ മുന്നേറ്റം വലിയ വലിപ്പത്തിലാണ്. എന്തും ഇന്ത്യക്കകത്ത് നിർമ്മിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നോളജികൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഈ പറയുന്നത് പോലെ വിമാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോണുകളും മിസൈലുകളും. ഇപ്പൊ ഇതിന് ശേഷം നമ്മൾ എത്ര ഡ്രോണുകളാണ് ഈ സിന്ധൂറിന് ശേഷം തന്നെ അവതരിപ്പിച്ചത്. നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണല്ലോ. ആകാശ് മിസൈൽ നേരത്തെ ഉള്ളതായിരുന്നു. ഇപ്പൊ തന്നെ
ആന്റി ഡ്രോൺ സംവിധാനം, അങ്ങനെ ഓരോന്നോരോന്ന്. അപ്പം പ്രതിരോധ മേഖലയിലെ വളർച്ച ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തിന്റെ കൂടെ തന്നെ മുന്നോട്ട് പോകുന്നു. മാത്രവുമല്ല, മാനുഫാക്ചറിങ്ങിനകത്ത് യുദ്ധോപകരണങ്ങളുടെ മാനുഫാക്ചറിങ്ങിലും ലോകത്തെ നമ്പർ 1 ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം. ഒരുപക്ഷെ നേരത്തെ ഈ ലോകത്തിന്റെ ചർച്ചയിൽ അല്ലെങ്കിൽ അവരുടെ പഠനത്തിൽ നിന്ന് ഇപ്പം ഇന്ത്യ ഏതാണ്ട് 90-95% തന്നെത്താൻ വികസിപ്പിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. 5 കൊല്ലത്തിന് ശേഷം മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ യുദ്ധോപകരണങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ഇന്ത്യക്ക് ആവശ്യമായത് ഉപയോഗപ്പെടുത്തുന്നതിനും ലോകത്തിന് ആവശ്യമായത് കൊടുക്കുന്നതിനും സാധിക്കുന്ന ഒരു രാജ്യമായി മാറും എന്ന് ലോക ഏജൻസികൾ അല്ലെങ്കിൽ പുറത്തുവിട്ടിട്ടുള്ളതാണ്. അതേ രീതിയിലേക്കുള്ള ഒരു പോക്കാണ് വരുന്നത്. ഒരുപക്ഷെ പല രാജ്യങ്ങൾക്കും യുദ്ധം ഒരു നാശത്തിലേക്ക് വഹിക്കുമ്പോൾ ഈ പാകിസ്ഥാൻകാരൻ ചൈനയുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഈ പറയുന്ന തുർക്കിയുടെ സഹായത്തോടു കൂടിയൊക്കെ നമ്മളെ ഒന്ന് അടിച്ചതോടുകൂടി നമ്മളുടെ യുദ്ധോപകരണങ്ങൾ ആൾക്കാർക്ക് ഏറ്റവും വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നതും ഏറ്റവും നല്ലതായിട്ടുള്ളതുമാണെന്നുള്ള തെളിവ് വരികയും നമ്മൾക്കത് ഗുണമായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഏതായാലും 5ാം തലമുറ വിമാനം കാണാൻ അദൃശ്യ വിമാനം അവതരിപ്പിച്ചു ഇന്ത്യ. 2030 അത് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇതുവരെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ വെളിയിൽ ഇറക്കിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പാരമ്പര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയാണ് നരേന്ദ്രമോദിയുടെ രീതി നമ്മൾക്ക് ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് 2030 നമ്മൾക്ക് 5ാം തലമുറ വിമാനം സ്വന്തമായി ഉണ്ടായിരിക്കും എന്ന് വേണം കരുതാൻ. യെസ്, എന്തായാലും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പ്രതിരോധ നിര ശക്തമാക്കുന്നു. ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ മറികടക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഇന്ത്യ പ്രതിരോധ നിരയെ കൂടുതൽ വളർച്ചയിലേക്ക് എത്തിക്കുന്നു. അതിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവ് കൂടിയാണ് 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് വികസനത്തിന് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രാലയത്തിന് അനുമതി നൽകിയിരിക്കുന്നു എന്ന്. റഷ്യക്കൊപ്പം എത്താൻ അല്ലെങ്കിൽ റഷ്യയോട് കിടപിടിക്കുന്ന രീതിയിൽ പ്രതിരോധ നിരകൾ ഇന്ത്യ ശക്തമാക്കുന്ന കാഴ്ച വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.